ആഴിയാഴത്തിൽ ഞാൻ കിടന്നു, ഉയിരു എന്നെ മറ പിടിച്ചു. ആഴിയാഴത്തിൽ ഞാൻ കിടന്നു, ഉയിരു എന്നെ മറ പിടിച്ചു. അവൻ തിരുക്കരം തേടിയെത്തി, തന്റെ മാറോടു ചേർന്നണച്ചു. അവൻ തിരുക്കരം തേടിയെത്തി, തന്റെ മാറോടു ചേർന്നണച്ചു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വേദവാക്യങ്ങൾ. ഇന്നത്തെ ചിന്ത ദൈവഹിതമാകുവാനുള്ള വിശപ്പ് എന്നതാണ്. ഇന്നത്തെ വേദഭാഗത്ത് യേശു കർത്താവ് 40 ദിവസം മരുഭൂമിയിൽ ഉപവസിച്ചതിനു ശേഷം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്ന സംഭവമാണ്. ഈ ഭാഗത്തിലൂടെ യേശു നമ്മെ പഠിപ്പിക്കുന്നത് ദൈവഹിതം ചെയ്യുവാനുള്ള വിശപ്പ് എത്ര പ്രധാനമുള്ളതാണ് എന്നാണ്. ദൈവഹിതത്തിനുള്ള വിശപ്പ് ശരീരവിശപ്പിനേക്കാൾ വലുതാണ്. യേശു 40 ദിവസം ഉപവസിച്ചു. ആ സമയത്ത് അവന് വിശന്നു. അപ്പോൾ സാത്താൻ അടുത്തു വന്ന് പറയുന്നത്, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമാക്കുക എന്നാണ്. യേശുവിൻ്റെ മറുപടി, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനത്താലും ജീവിക്കും എന്നാണ്. ഇവിടെ യേശു നമ്മെ പഠിപ്പിക്കുന്നത് ശരീരത്തിൻ്റെ ആവശ്യങ്ങൾക്കപ്പുറം ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുക എന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം. ഇന്നത്തെ ലോകത്തിൽ മനുഷ്യൻ പല കാര്യങ്ങൾക്കായി വിശക്കുന്നു: പണം, അധികാരം, പ്രശസ്തി. എന്നാൽ ദൈവഹിതത്തിനായി വിശക്കുന്നവരാണ് അനുഗ്രഹിക്കപ്പെടുന്നത്. ദൈവവചനം പരീക്ഷണങ്ങളെ ജയിക്കുവാൻ ശക്തിയുള്ളതാണ്. പരീക്ഷണങ്ങളുടെ ഓരോ ഘട്ടത്തിലും യേശു ദൈവവചനത്താൽ മറുപടി പറയുന്നു. 3 പരീക്ഷകളിലൂടെയാണ് കർത്താവ് കടന്നു പോകുന്നത്. കല്ലുകൾ അപ്പമാക്കുവാനുള്ള പരീക്ഷണം, ദൈവത്തെ പരീക്ഷിക്കുവാൻ പറയുന്ന പരീക്ഷണം, ലോകത്തിൻ്റെ മഹത്വം വാഗ്ദാനം ചെയ്യുന്ന പരീക്ഷണം. ഓരോ പ്രാവശ്യവും യേശു വചനത്തിലൂടെ പ്രതികരിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവവചനം അറിയുന്നവർക്ക് പരീക്ഷകളെ ജയിക്കുവാൻ കഴിയും. നമ്മുടെ ജീവിതത്തിലും പല പരീക്ഷകൾ കടന്നു വന്നുവെന്ന് വരാം. അപ്പോൾ നമ്മുടെ ശക്തി ദൈവവചനത്തിലായിരിക്കണം. ശരീരത്തിൻ്റെ വിശപ്പിനേക്കാൾ, ലോകത്തിൻ്റെ ആഗ്രഹങ്ങളെക്കാൾ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുവാനുള്ള വിശപ്പ് ഈ നാളുകളിൽ നമ്മുടെ ഉള്ളിൽ നമുക്ക് രൂപപ്പെടുത്താം. അപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കുകയും നയിക്കുകയും ചെയ്യും. പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ നാളുകളിലെ പരീക്ഷകളെ ദൈവവചനത്താൽ അതിജീവിക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.